ഹലോ, അജിത്താണ്. ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മുടെ ബെഹറിൽ കഴിഞ്ഞ ദിവസം മന്നൻ ജയന്തി ആഘോഷം നടന്നു. ആ ആഘോഷ പരിപാടി നമുക്ക് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. 1982 ബഹ്റിനിൽ ആരംഭിച്ച ഒരു സംഘടനയാണ് കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ NSS ബഹ്റിൻ. ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹ്റിനിൽ മന്നൻ ജയന്തി ആഘോഷം നടന്നു. നമാമി വിഘ്നേശ്വര പാദപങ്കജം വന്ദേ ഭാരത കേസരീന്ദ്ര സുമതി കാരുണ്യവാരാണിധേ വിവിധതരം കലാപരിപാടികളോടെയാണ് ബഹ്റിനിലെ മന്നൻ ജയന്തി ആഘോഷം നടന്നത്. റിയാലിറ്റി ഷോകളിലൂടെ പ്രശസ്തയായ ഗായിക സ്വർണ നയിച്ച ഗാനമേളയും കുട്ടികളുടെ വിവിധ നൃത്തരൂപങ്ങളും ബഹ്റിനിലെ വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചിട്ടുള്ളവരെ ആദരിക്കുകയും ഒക്കെയായിരുന്നു പരിപാടി. അപ്പോൾ പരിപാടിയുടെ ഉദ്ഘാടനം നമ്മുടെ ബഹ്റിനിലെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ അംബാസഡർ നിർവഹിച്ചു. അപ്പോൾ നമുക്ക് ആ പരിപാടികളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? Our chief guest for today's evening. കലാ സാഹിത്യ സാംസ്കാരിക സേവാ മേഖലകളിൽ മികവുറ്റ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞ 43 വർഷങ്ങളായി ബഹ്റിനിൽ നിറസാന്നിധ്യമായി ഉണ്ട്. സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് this time it was a toughest time for the jury that we have given a criteria to select a person who is excelling in the kingdom of Bahrain. So it was a tough choice for them. Earlier it was all എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മന്നത്ത് പത്മനാഭൻ പിള്ള കേരള സമൂഹത്തിന് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. തൻ്റെ നീണ്ട ജീവിതത്തിൽ അധ്യാപകൻ, അഭിഭാഷകൻ, സാമൂഹിക പരിഷ്കർത്താവ് തുടങ്ങി നിരവധി മേഖലകളിൽ അദ്ദേഹം വിജയകരമായി സേവനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഇന്നും പ്രസക്തമാണ്. KSDയെ അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നിങ്ങളുടെ ഭരണകാലം വിജയകരമായി പൂർത്തീകരിക്കുവാനും ഞാൻ ആശംസിക്കുന്നു. To the President of KSCA, Mr. Nambiar, when I came to know that his
father participated in the 62 war. ഏറെ ശ്രദ്ധേയമായത് ഇന്ത്യൻ അംബാസഡറുടെ മലയാളത്തിലുള്ള പ്രസംഗമായിരുന്നു. മലയാളത്തിലാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്. നിറഞ്ഞ കയ്യടിയോടെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആളുകൾ സ്വീകരിച്ചത്. ബഹ്റിനിലെ വിവിധ മേഖലകളിൽ സാമൂഹ്യ രംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കും വിവിധ സംഘടനകൾക്കും മന്നം ജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായി അവാർഡുകൾ സമ്മാനിച്ചു. ഞാൻ നാട്ടിൽ ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ചങ്ങനാശ്ശേരിയിലെ മന്നം ജയന്തി ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ആദ്യമായി പങ്കെടുക്കുന്നത്. ആ മന്നം ജയന്തിയുടെ അതേ പ്രതീതി ബഹ്റിനിൽ കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കേരളത്തിൽ സാമൂഹ്യ സാമുദായിക നവോത്ഥാനത്തിന് പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ഭാരതകേസരി ശ്രീ മന്നത്ത് പത്മനാഭൻ. 1878 ജനുവരി 2 കേരളത്തിലെ ചങ്ങനാശ്ശേരിയിൽ പെരുന്ന എന്ന കൊച്ചു ഗ്രാമത്തിൽ അദ്ദേഹം ജനിക്കുന്നത്. അധ്യാപകനായും അഡ്വക്കേറ്റായും നവോത്ഥാന നായകനായും അങ്ങനെ നിരവധി മേഖലകളിലൂടെയാണ് നാടിൻ്റെ നന്മയ്ക്കായി അദ്ദേഹം പ്രവർത്തിച്ചത്. 1914 അദ്ദേഹം നായർ സർവീസ് സൊസൈറ്റി എന്ന NSS രൂപീകരിക്കുന്നത്. നിർണായക ശക്തിയായ നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടിയാണ് NSS പ്രവർത്തനം ആരംഭിക്കുന്നത്. NSSൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെടുമ്പോൾ ഏറെ അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കുന്ന ഒരു വസ്തുതയുണ്ട്. കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച NSSൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എൻ്റെ നാട്ടിൽ നിന്നാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയുന്നു. NSSൻ്റെ കരയോഗങ്ങളുടെ 1-2 കരയോഗങ്ങൾ പ്രവർത്തിക്കുന്നത് എൻ്റെ സ്വന്തം നാടായ തട്ടയിലാണ്. കൊല്ലവർഷം 1104 തട്ടയിൽ ഒരു പുറത്ത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ കളത്തട്ടിൽ നിന്നാണ് NSS കരയോഗങ്ങളുടെ തുടക്കം. 1-ാം കരയോഗം രാവിലെയും 2-ാം കരയോഗം വൈകുന്നേരവുമാണ് രൂപീകരിച്ചത്. തുടർന്ന് നാടിൻ്റെ നാനാഭാഗങ്ങളിലായി ആയിരക്കണക്കിന് കരയോഗങ്ങൾ രൂപീകരിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം, സാംസ്കാരികം തുടങ്ങി നിരവധി മേഖലകളിൽ NSSൻ്റെ സംഭാവനകൾ വളരെ വലുതാണ്. പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നിരവധി ആശുപത്രികളും NSS ആരംഭിച്ചു. ഇത് പറയുമ്പോൾ എനിക്കും അഭിമാനത്തോട് പറയാം, കേരളത്തിൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന NSSൻ്റെ സ്കൂളുകളിലും കോളേജിലുമാണ് ഞാനും പഠിച്ചതെന്ന്. എൻ്റെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി കാലഘട്ടവും കോളേജ് കാലഘട്ടവും ഞാൻ NSSൻ്റെ സ്കൂളുകളിലും കോളേജിലുമാണ് പഠിച്ചത്. കേരളത്തിൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധി സമര പോരാട്ടങ്ങൾക്കും ശ്രീ മന്നത്ത് പത്മനാഭൻ നേതൃത്വം നൽകി. കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ഇതിന് ഉദാഹരണങ്ങൾ മാത്രം. NSSൻ്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ 40 വർഷത്തിലേറെയായി അറേബ്യയുടെ പവിഴദ്വീപായ ബഹ്റിൻ്റെ മണ്ണിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ ബഹ്റിൻ എന്ന NSS സംഘടന. മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പരിപാടികൾക്കും അതുപോലെ തന്നെ അവാർഡുകൾക്ക് പുറമെ പുതിയ ഭാരവാഹികളുടെ ചുമതലയേൽക്കൽ കൂടിയായിരുന്നു നടന്നത്. പുതിയതായി ചുമതലയേൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ചുമതലയിൽ നിന്ന് മാറുന്ന എല്ലാവർക്കും ആശംസകളും നേരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ആ പരിപാടിയെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. വീഡിയോ കുറച്ച് വലുതാണ്, എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ നൽകുന്ന ഓരോ പ്രചോദനവുമാണ് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാൻ എനിക്കും എന്നെപ്പോലെയുള്ള നിരവധി പുതിയ യൂട്യൂബർമാർക്കും പ്രചോദനമാകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഒപ്പം വീഡിയോ കാണുക.
കുടുംബത്തോടെ ആരാധന സകുടുംബം ആരാധന ഇത് നമുക്ക് കാണാവോ? ഓക്കെ, മതിയാവുന്നില്ല. പരിപാടി അവസാനിക്കുന്നത് വരെ കൂടി ഇരുന്ന് ഞങ്ങൾക്ക് സഹകരിക്കുമെന്ന് എന്റെ കട്ടൂരിൽ അഴകിൽ ചൂടായി കളിയാടാൻ നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്ക് പ്രചോദനമാകുന്നത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.